സ്വകാര്യ സർവകലാശാല കരട് ബില്ലിന് അനുമതി നൽകി പ്രത്യേക മന്ത്രിസഭായോഗം. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. മന്ത്രിസഭാ യോഗത്തിലും CPI ആശങ്ക അറിയിച്ചു. സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യല്ലൂർ, എന്തായാലും മന്ത്രിസഭാ യോഗത്തിലും CPI ആശങ്ക അറിയിച്ചിട്ടുണ്ടെങ്കിലും നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഡ്ജറ്റിലെ പ്രോമിസ് ആയിരുന്നു, അത് പാലിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ അറിയുന്നത്, അല്ലേ? അരുൺ, സ്വകാര്യ സർവകലാശാലയ്ക്കെതിരായ പഴയ സമരങ്ങളൊക്കെ തന്നെയും മാറ്റി നിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഏതായാലും സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകിയിരിക്കുകയാണ് എന്നതാണ്. നേരത്തെ തന്നെ 2 മന്ത്രിസഭാ യോഗം ചേർന്ന ഇത് ചർച്ചയായെങ്കിൽ പോലും ഈ CPIയുടെ അടക്കം എതിർപ്പ് പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ കാലതാമസം നേരിടേണ്ടി വന്നത്. പക്ഷേ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുകയും വിഷയം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക്, ഈ കരട് ബില്ലിന് അനുമതി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ്. പ്രധാനമായും CPI വിഷയത്തിൽ എതിർപ്പ്, ഈ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. അത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും അറിയിച്ചിരുന്നു. പ്രധാനമായും ഈ സ്വകാര്യ സർവകലാശാല വരുന്നത് വഴി ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സർവകലാശാല വരുമ്പോൾ അതിനകത്ത് തന്നെ അഗ്രികൾച്ചറൽ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ ഉൾപ്പെടുകയും ചെയ്യും. അത് ഏതെങ്കിലും തരത്തിൽ കാർഷിക സർവകലാശാലയോ അത്തരത്തിലുള്ള സർവകലാശാലകളെ ബാധിക്കുമോ എന്നതായിരുന്നു പ്രധാന ആശങ്കയായി ഉയർന്നിരുന്നത്. എന്നാൽ നിയമമന്ത്രിയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് നിലവിൽ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊരു സ്വകാര്യ സർവകലാശാല വരുമ്പോൾ അതിനൊരു വിസിറ്റർ തസ്തികയുണ്ട് എന്നതാണ്. അത് പറഞ്ഞിരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിസിറ്റർ തസ്തികയിലേക്ക് വരുമെന്നതായിരുന്നു. ഈ വിഷയത്തിലും കടുത്ത എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ വിസിറ്റർ തസ്തിക നിയമനം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബില്ലിന് അനുമതി നൽകുന്നത് എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി മന്ത്രിസഭ എത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഏതായാലും ഇത്തരത്തിൽ കരട് ബില്ലിന് അനുമതി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നിലവിൽ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയുടെ ഈ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഇതിൽ പരിഗണിക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം തന്നെ AISF ഈ വിഷയത്തിൽ കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ്. കാരണം LDFന്റെ നയത്തിന് വിരുദ്ധമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ്. ഇങ്ങനെയൊരു സ്വകാര്യ സർവകലാശാല വരുമ്പോൾ അത് കച്ചവടവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ, ഇത്തരത്തിൽ അനുമതി നൽകുകയാണെങ്കിൽ പൂർണ്ണമായും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് കടക്കും. പ്രതിരോധിക്കാൻ AISF തന്നെ രംഗത്ത് വരുമെന്നത് കൂടിയാണ് ഇവർ അറിയിക്കുകയും ചെയ്യുന്നത്. അരുൺ, താങ്ക് യു സുനിഷ.